In the last session, we have understood the very basics of tax in the fundamentals, what is tax, the constitutional part, then why tax is levied in India, what are the definitions of some important terms being used in the act, and finally നമ്മൾ പറഞ്ഞു നിർത്തിയത് what is previous year, assessment year എന്താന്ന് പറഞ്ഞു, financial year, heads of income, just ഒരു introductory part ആണ് പറഞ്ഞത്. But today we will discuss introduction part in the second part തന്നെയാണ് ഞാൻ പറയുന്നത്. Because as you know, the material, അതായത് നമുക്ക് വേണ്ട അസസ്മെന്റ് ചെയ്യാൻ്റെ ടെക്സ്റ്റ് ബുക്സോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഐ എം ട്രൈങ് ഫോർ ദാറ്റ്. ഓൺലൈനിൽ കുറച്ച് മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. ആ ഒരു മെറ്റീരിയലിന്റെ ഹെൽപ്പോട് കൂടി ഐ ആം ട്രാൻസാക്ടിങ് ദി ക്ലാസ്സസ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി എക്സ്ട്രാക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദി കമ്പൽസറിലി എക്സ്ട്രാക്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ രാജ്യത്തിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബട്ട് ദർ ആർ സം ടാക്സ് ഹെവൻസ്, ദാറ്റ് ഈസ് വേർ ദ ടാക്സ് ആർ നോട്ട് ബീൻ ഇംപ്ലിമെന്റഡ്. എന്ന് വെച്ചാൽ ചില രാജ്യങ്ങളുണ്ട്, they are not implementing tax. Countries without tax, Gulf countries ഉണ്ട്, ഗൾഫിലെ എല്ലാ പാർട്ടും അല്ല, certain parts, then Monaco, and there are some countries, ലിസ്റ്റ് ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോയാൽ കുറേ കൺട്രീസ് വരും അതിനകത്ത്, where there is situation of tax with especially without income tax. അതായത് ഗവൺമെന്റിന് അത്രത്തോളം റിസോഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ലെവി ചെയ്യാതിരിക്കുന്നത്. ബട്ട് ഇൻ അവർ ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ വി ആർ നോട്ട് സപ്പോസ് ടു റൺ വിത്തൗട്ട് ദ ലെവി ഓഫ് ടാക്സ്. ടാക്സ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ്. Then moving on to the first topic of today's discussion, that is what is the features of tax. Tax, as I said earlier, it is a compulsory payment and refusal to pay tax. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ടാക്സ് അടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a punishable offense, and there is no quid pro quo. That is, quid pro quo is a എന്താണ്, ഒരു ഫ്രേസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസ് ആണെന്ന് പറയാം. ഇറ്റ്സ് ആക്ച്വലി എ ലീഗൽ ജാർഗൺ ആണ്. നമ്മൾ ലോസ് പഠിക്കുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന യൂസേജ് ആണ്. ദാറ്റ് ഈസ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വി ആർ നോട്ട് റിസീവിങ് എനിത്തിങ് ഇൻ റിട്ടേൺ ഡയറക്ട്ലി. ഞാനത് പറഞ്ഞതാണ്, ഡയറക്ട്ലി നമുക്ക് ഒരു ബെനിഫിറ്റും ടാക്സിൽ നിന്ന് കിട്ടുന്നില്ല. വി ആർ നോട്ട് റിസീവിങ് എനി ക്വിഡ് പ്രോ ക്വോ. That is, you are not receiving anything from the government or from the imposing authority as a taxpayer. അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ദെൻ ടാക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് സർവീസും കൂടിയാണ്, ടു ബി റെൻഡേർഡ് ബൈ ദ ഗവൺമെന്റ് ടു ദി കമ്മ്യൂണിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്ന പേയ്മെന്റിന് ഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് കിട്ടാത്തതുകൊണ്ട് ഗവൺമെന്റ് വിൽ ഗിവ് us a indirect form of service. And the fourth important feature of tax is the time and mode of payment. How to pay tax, the mode of payment, അതായത് ഏത് മോഡിലൂടെയാണ് എന്നും, and the time at which you are supposed to pay will be fixed by the imposing authority as അതായത് ഓരോ ആക്റ്റും അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ടൈമും മോഡും ആരാണോ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന അതോറിറ്റി, ദേ വിൽ ഫിക്സ് ഇറ്റ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ടാക്സ്. ആൻഡ് ഹാവിംഗ് എ ലുക്ക് അപ്പോൺ ദി ടാക്സ്, ഫീസ്, ഫൈൻ ആൻഡ് പെനാലിറ്റി. ടാക്സ് എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബട്ട് വേറാസ് ഫീസ് എന്ന് പറയുന്നത് ഈസ് എ കൺസിഡറേഷൻ ഫോർ ദ സർവീസ് റെൻഡർ. നമുക്ക് തരുന്ന സർവീസിന് വി ആർ ഗിവിംഗ് എ കൺസിഡറേഷൻ. അപ്പൊ ഫീസിന് എന്തുണ്ടെന്ന് നമുക്ക് പറയാം. വി കൻ സീ ദാറ്റ് ദർ ഇസ് എ ക്വിഡ് പ്രോ ക്വോ എലമെന്റ് ഇൻ ഫീസ്, because the amount of fees depends upon the cost of service. For example, നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ലൈസൻസ് ഫീ, രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന രജിസ്ട്രേഷൻ ഫീസ്, എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന എക്സാമിനേഷൻ ഫീ, എവറിത്തിങ്, വാട്ട് എവർ ദ എമൗണ്ട് ഓഫ് ഫീസ്, നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു പെർട്ടിക്കുലർ സർവീസ് ഇസ് ബീൻ റെൻഡർ. ആ റെൻഡർ ചെയ്യുന്ന സർവീസിന്റെ കോസ്റ്റ് ആയിട്ട് മാത്രമേ ഈ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ ടാക്സിനും ഫീസിനും പുറമെ
Fines and penalties are imposed for the violation of laws or non-compliance. ഒന്നിലെ വയലേഷൻ ആയിരിക്കാം, നിയമം ഭേദിക്കുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അത് ഫുള്ളി ഫോളോ ചെയ്യാത്തത് കൊണ്ടായിരിക്കും. സോ ഫൈൻ ആയാലും പെനാൽറ്റി ആയാലും ആൾക്കാർ നിയമം വയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ 3 കാര്യത്തില് നമുക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറയുന്നത് എന്തിനു മാത്രമാണ്? ഫീസിന് മാത്രമാണ് ഒരു ക്വിഡ് പ്രോ കോ ഉള്ളത്. സോ ഫസ്റ്റ് വി ഹാവ് ഗോൺ ത്രൂ ദി ഫീച്ചേഴ്സ് ഓഫ് ടാക്സ്. പിന്നെ നമ്മൾ ഗവൺമെന്റിന് കിട്ടുന്ന 3 സോഴ്സ് ഓഫ് റവന്യൂല് ഉള്ള ടാക്സ്, ഫീസ്, ഫൈൻ ആൻഡ് പെനാൽറ്റി, ഈ 3 കാര്യത്തിന്റെ ഒരു കമ്പാരിസൺ പറഞ്ഞു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ. What is the objective behind taxability എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ്? സോ ടു ജനറേറ്റ് റവന്യൂ ഫോർ ദ ഗവൺമെന്റ്, whenever you write objectives, add a prefix to വെച്ച് തന്നെ എഴുതുക. even though the textbooks are not giving, you can make it in your own way to generate revenue needed for the government, അല്ലെങ്കിൽ to generate revenue for the government. അങ്ങനെയാക്കി മാറ്റാം. ഓൾവേസ് ആഡ് ടു ഒബ്ജക്റ്റീവ്സ്. അത് എന്ത് തന്നെയായാലും, ഏത് ടോപ്പിക് ആയാലും, ഏത് സബ്ജക്റ്റ് ആയാലും. കാരണം ദ ഒബ്ജക്റ്റീവ്സ് ആർ ഓൾവേസ് സംതിങ് വിച്ച് യു ആർ ട്രൈയിങ് ടു അറ്റൈൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. സോ അപ്പോൾ ടാക്സേഷനെ സംബന്ധിച്ച് മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെന്റ് റവന്യൂ ഒബ്റ്റെയിൻ ചെയ്യാം. Then the second one is to prevent the concentration of money in the hands of few. അതായത് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം എന്താണ് മണി കോൺസെൻട്രേഷൻ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ടാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആസ് യു നോ, വി ആർ ഹാവിങ് ബേസിക്കലി 2 kinds of taxation system. That is progressive taxation ഉണ്ട്, progressive taxation system, regressive taxation, progressive, regressive, and flat rate. Whatever I write down, ഞാൻ ഇങ്ങനെ പെൻസിൽ യൂസ് ചെയ്ത് എഴുതുന്ന കാര്യങ്ങൾ യു ജസ്റ്റ് ടേക്ക് എ നോട്ട്. കാരണം ഞാൻ അത് ചിലപ്പോൾ ഷെയർ ചെയ്യണമെന്നില്ല. സോ പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് സച്ച്, ഇറ്റ് ഈസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. എന്ന് പറഞ്ഞാൽ ഇൻകം ലെവൽ കൂടുന്നതിനനുസരിച്ച് ടാക്സ് കൂടുതലായിരിക്കും. Okay, it has been implemented as a system in our country also. Progressive tax ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം there is a slab rate. ഇൻകം കൂടുതലുള്ള ആളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ വെൽത്തി പീപ്പിളുടെ കയ്യിൽ നിന്നും മോർ ടാക്സ് ഇമ്പോസ് ചെയ്യണം എന്നുള്ളൊരു രീതി. റിഗ്രസീവ് is something which is the opposite. പ്രോഗ്രസീവിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റിഗ്രസീവ്. അങ്ങനെ ഒരു ടാക്സ് സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ income decrease ചെയ്യുന്നതിനനുസരിച്ച് the tax rate also decreases. Actually the regressive system is not in implementation. റിയാലിറ്റിയിൽ ഇല്ല. റിയാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പ്രോഗ്രസീവ്, ഒന്ന് ഫ്ലാറ്റ് റേറ്റ്. ഫ്ലാറ്റ് റേറ്റ് എന്ന് വെച്ചാൽ എവരി വൺ ഇസ് ചാർജ്ഡ് അറ്റ് എ സിംഗിൾ റേറ്റ്. ഇപ്പൊ 10% ആണെങ്കിൽ എല്ലാവരും 10%. വെൽത്തിയും പൂവറും മീൻസ് എല്ലാവരും, മീൻസ് ഇൻകം കൂടുതലുള്ള ആളും ഇൻകം കുറവുള്ള ആളും being charged means taxed at a single rate. ഒരു സിംഗിൾ റേറ്റിനകത്ത് ടാക്സ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ഫ്ലാറ്റ് റേറ്റ്. ബട്ട് പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഇൻകം പ്രോഗ്രസസ്, ഇൻകത്തിനകത്ത് ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് ടാക്സ് റേറ്റ് മാറുന്നുണ്ട്. So to prevent the concentration of money in the hands of few, കുറച്ച് പേരിൽ മാത്രം മണി കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് more tax is being implemented on the wealthy people, and
ദിസ് പ്രോസസ് ഹെൽപ്സ് ടു റീഡിസ്ട്രിബ്യൂട്ട് ദി വെൽത്ത്. അതായത് കുറച്ച് പാർട്ടോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ കുറച്ച് ആൾക്കാരിലോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിനെ വി വിൽ ബി ഏബിൾ ടു റീഡിസ്ട്രിബ്യൂട്ട് എന്നുള്ളതാണ്. അവിടെ പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് more tax from വെൽത്തി അല്ലെങ്കിൽ ഹൈ ഇൻകം ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കൂടുതൽ ടാക്സ് വാങ്ങിയിട്ട് ദിസ് ടാക്സ് വിൽ ബി റീഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി പുവർ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇൻകം ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ടാക്സ് കൂടുതൽ വാങ്ങിയിട്ട് we will redistribute it to low income. അപ്പൊ അതിലൂടെ കുറച്ച് പേരിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മണി അല്ലെങ്കിൽ ഇൻകമിനെ നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. വിൽ ബി ഏബിൾ ടു റീഡിസ്ട്രിബ്യൂട്ട് ദി ഇൻകം. സോ ദാറ്റ് ഇസ് ദി സെക്കൻഡ് ഒബ്ജക്റ്റീവ്. പിന്നെ ഇതിനകത്ത് തന്നെ സ്റ്റേറ്റ് ഒരു ഗവൺമെന്റിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻറിച്ച്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സും ഉണ്ടാവും, ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്സും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വെൽത്തി റിസോഴ്സസും വെൽത്തും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിൽ നിന്ന് ബാക്ക്വേർഡ് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന സ്റ്റേറ്റ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ഗവൺമെന്റിന്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഞാൻ പറഞ്ഞത് ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിക്ക് നമ്മൾ ചിന്തിച്ചു. And the third objective is to increase the habit of savings and investment by the people. അതായത് ഐഡിയൽ ആയിട്ട് ഫണ്ട് വയ്ക്കാതെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചാനൽസിലൂടെ, ദാറ്റ് ഈസ് ഗവൺമെന്റിന്റെ തന്നെ ഇഷ്ടംപോലെ സ്കീംസ് ഉണ്ട്, ദാറ്റ് ഈസ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. അങ്ങനത്തെ സേവിങ്സ് ഹാബിറ്റ് ആൾക്കാർക്ക് എൻഹാൻസ് ചെയ്യാനും പറ്റും, അതിന്റെ കൂടെ ടാക്സ് സേവ് ചെയ്യാനും അവർക്ക് പറ്റും. ദാറ്റ് വി വിൽ എന്താണ് ഈ ടാക്സ് ഇൻസെന്റീവ് എന്നൊക്കെ പിന്നെ മുന്നോട്ട് കാണുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പല ചാനൽസിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സേവ് ചെയ്യുമ്പോൾ ദാറ്റ് സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് വിൽ ഹെൽപ്പ് അസ് ടു ഹാവ് സം ഡിഡക്ഷൻ ഇൻ അവർ ടാക്സ്. നമുക്ക് ടാക്സ് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ടു എൻഷുർ ഓർ ടു മേക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് സ്പീഡിയർ. അപ്പോൾ കൂടുതൽ ടാക്സ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആർക്കാണ് റവന്യൂ കൂടുതൽ കിട്ടുന്നത്? ഗവൺമെന്റ് ഇസ് ഗെറ്റിംഗ് മോർ റവന്യൂ. സോ അതിനനുസരിച്ച് ദി എക്കണോമിക് ഡെവലപ്മെന്റ് വിൽ ബി മെയ്ഡ് ഇൻ ഈസി, അതായത് കുറച്ചുകൂടി സ്പീഡിയർ പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് വിൽ ടേക്സ് പ്ലേസ്. ആൻഡ് ദി ലാസ്റ്റ് വൺ ടു ജനറേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. When the government is having increased revenue, it will automatically leads to increased investment. That increased investment will lead to more generation of more employment opportunities. അതായത് റവന്യൂ കൂടിയാലും പോരാ, ഗവൺമെന്റ് ഷുഡ് ബി ഏബിൾ ടു ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ എന്താണ് സ്പെസിഫിക് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മീൻസ് എംപ്ലോയ്മെന്റ് ജനറേഷന് ഒരു സാധ്യത കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. So that is the case of objectives of taxation. Next we are moving on to the direct tax and indirect tax. Already ഞാൻ ലാസ്റ്റ് പറഞ്ഞാണ്, so I am not repeating it. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻകം ടാക്സ് is the only tax in India and wealth tax 2015 April 1 abolish. ആ ഒരു പോയിന്റ് പറയാനാണ് I have included that. കാരണം അങ്ങനെ ഒരു ടാക്സ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മേ ബി നിങ്ങൾ ഡിഗ്രി ലെവലിലൊക്കെ ജസ്റ്റ് ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് മാത്രം പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും. ബട്ട് PG ലെവൽ യു ഷുഡ് നോട്ട് ലിമിറ്റ് യുവർ നോളജ്. ഒരു ടോപ്പിക്കിലെ അല്ലെങ്കിൽ ഒരു ഏരിയയെ പറ്റി മാക്സിമം യു ഹാവ് ടു റീഡ് ആൻഡ് ഗെറ്റ് ദി നോളജ്. ആൻഡ് ദി ഇൻകം ടാക്സ് ബീൻ കളക്റ്റഡ് ആൻഡ് ലെവീഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. The amount so collected, അതായത് ഈ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഡയറക്ട് ടാക്സ് ആയിട്ട് കിട്ടുന്ന എമൗണ്ടിനെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുകൾക്ക് തമ്മിൽ വീതിച്ചു കൊടുക്കും ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ. ദാറ്റ് ഇസ് ദി റോൾ ഓഫ് ഫിനാൻസ് കമ്മീഷൻ. അത്രത്തോളം റോൾ ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. ആൻഡ് ദി നെക്സ്റ്റ് ഇസ് ഇൻഡയറക്ട് ടാക്സ്. സോ ഇൻഡയറക്ട് ടാക്സ് ഇസ് പെയ്ഡ് ത്രൂ ആൻ ഇന്റർമീഡിയറി. നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ പറയാം, പക്ഷെ ഒരു PG സ്റ്റുഡന്റ് അങ്ങനെ മാത്രം എഴുതി ചുരുക്കരുത്.
As I said earlier ക്ലാസ്സിൽ പറഞ്ഞ പോലെ, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, you should not be able to shift, should not be, it should be in the manner that incidence and impact is on different persons. അങ്ങനെ തന്നെ ആ ഒരു കാര്യം ഉറപ്പായിട്ടും ആൻസറിൽ ഉണ്ടായിരിക്കണം. Service tax, then state value added tax, certain portions of central sales tax എല്ലാം merge ചെയ്താണ് ഫസ്റ്റ് ജൂലൈ 2017 ഒരു സബ്സ്യൂംഡ് ആയിട്ടുള്ള ഒരു GST വന്നത്. അപ്പോൾ GST ആണ് ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ പ്രിവെയിൽ ചെയ്യുന്നത്. പക്ഷേ certain taxes are still കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പെട്രോളിയം ആൻഡ് ആൽക്കഹോളിന് ഇമ്പോസ് ചെയ്യുന്ന ടാക്സസ് എല്ലാം, ഇതെല്ലാം സ്റ്റിൽ കണ്ടിന്യൂസ്. അതായത് അതിന് ബാധകമാവുന്ന ഇൻഡയറക്ട് ടാക്സ്, സെൻട്രൽ ഗവൺമെന്റ് സെയിൽസ് ടാക്സ്, CGST, അതുപോലെ തന്നെ KGST, ദാറ്റ് ഈസ് കേരള ഗവൺമെന്റ് സെയിൽസ് ടാക്സ്, അതെല്ലാം ഇപ്പോഴും GST വന്നാലും ആ പഴയ വാറ്റിന്റെ സമയത്തുണ്ടായിരുന്ന കുറേ ഇൻഡയറക്ട് ടാക്സുകൾ ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. കാരണം there are certain things which are outside the purview of GST. And a very important, what is the situation of income tax in India? ഇതിനകത്ത് ഞാൻ ഈ പാരഗ്രാഫ് അതുപോലെ വായിച്ചെന്ന് പറയുന്നില്ല. ഐ എം ജസ്റ്റ് ഹൈലൈറ്റിംഗ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നിങ്ങൾക്ക് ഞാൻ ഈ മെറ്റീരിയൽ അതുപോലെ ഷെയർ ചെയ്യും. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് ലേറ്റർ. അപ്പൊ ഇൻകം ടാക്സ് ആക്ച്വലി ഇറ്റ് ഇസ് എ മേജർ ടാക്സ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പണ്ടത്തെ വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊണ്ടുവരുന്ന വ്യക്തി ജെയിംസ് വിൽസൺ ഇൻ 1860. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സമയത്താണ്, 1860 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരുപാട് എക്സ്പെൻഡിച്ചർ വന്നതുകൊണ്ടും പബ്ലിക് ഡെറ്റ് കൂടിയത് കൊണ്ടും, അതായത് അത്രത്തോളം കടം വന്നതുകൊണ്ടും ദേ ആർ നോട്ട് ഇൻ എ സിറ്റുവേഷൻ, മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട്, അതായത് ഗവൺമെന്റ് റവന്യൂ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ദേ ആർ ഫോഴ്സ്ഡ് ടു ഇംപ്ലിമെന്റ് ടാക്സ് ഓൺ ഇൻകം. അങ്ങനെ 1922 ആദ്യത്തെ ഇൻകം ടാക്സ് ആക്ട് വരുന്നത്. 1924 they constituted a Central Board of Revenue Act as the statutory body for statutory body. ഇപ്പോൾ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന് മുന്നേ നമുക്കുണ്ടായിരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു ഈ പറയുന്ന സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് CBDT ആണ്. ആൻഡ് പിന്നീട് വന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സെക്കൻഡ് വേൾഡ് വാർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരുപാട് പ്രോഫിറ്റ്സ്, ബിസിനസ്മാനും എല്ലാം പ്രോഫിറ്റ്സ് വന്നു. അങ്ങനെ ബിസിനസിന്റെ ഇൻകത്തിനെയും ടാക്സബിൾ ആക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റ്സ് ഓർ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ബിക്കം എ ടാക്സബിൾ മാറ്റർ ആയി. ദെൻ വെൽത്ത് ടാക്സ് ആക്ട് പാസ് ചെയ്തത് 1957 ഇൻകം ടാക്സ് റൂൾസിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി ഇൻ 1963. Very, very important. The Central Board of Direct Tax was constituted as per the Income Tax Act during the period 1961 63 ഇടയ്ക്ക് ഒരു ടൈം പീരീഡിലാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ട്. ഇനി എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്സ് ആണ് സംഭവിച്ചതെന്നുള്ളതാണ്. ദാറ്റ് യു ക്യാൻ ഗോ ത്രൂ. വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. വെൽത്ത് ടാക്സ് എന്ന് ഇൻട്രൊഡ്യൂസ്, ജസ്റ്റ് യു ഷുഡ് നോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, അത് എന്ന് കൊണ്ടുവന്നു, എന്ന് വേണ്ടാന്ന് വെച്ചു. ഗിഫ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ ഒരു ടാക്സേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു ഡ്യൂറിംഗ് ദ പീരീഡ് 1958 ആൻഡ് ഓൾ. കാരണം അന്നൊക്കെ അത്രത്തോളം ഗിഫ്റ്റുകൾ ഇൻ ടേംസ് ഓഫ് എന്തായിട്ട് കൊടുക്കുമായിരുന്നു, പ്രഷ്യസ് മെറ്റൽസിന്റെ ഫോമിലൊക്കെ കൊടുക്കുമായിരുന്നു. അതുകൊണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ഒരു ടാക്സേഷൻ സിസ്റ്റം ഇപ്പോൾ ഉണ്ടായിരുന്നത്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ നടന്ന ഒരു കാര്യം, ബിനാമി ട്രാൻസാക്ഷൻസ് പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട്. ഇൻ ഓർഡർ ടു
ബിനാമി ട്രാൻസാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് there was an act. Gift tax and very important 1994ലാണ് പാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാൻ കാർഡ്, that is the permanent account number which is being used as a ID for an assessee. ഒരു അസസിയുടെ റെലവെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യവും with that number you will be able to get. അപ്പോൾ ആ സിസ്റ്റം ഫസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് in the year 1994. And for the first time in the year 2014, 2.5 ലക്ഷമായിട്ട് എക്സംഷൻ ലിമിറ്റ് ഫസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് 2014ലാണ്. ജസ്റ്റ് ഹൈലൈറ്റ് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഏകദേശം ആ എക്സംഷൻ ലിമിറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. And there were some changes with regard to standard deduction ഉണ്ടാകുന്ന കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നു. And up to 2019 വരെയുള്ള ഹൈലൈറ്റ്സ് എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻസ് എന്നുള്ളത് ഐ വിൽ ഷെയർ ടു യു ലേറ്റർ. You can just go through this landmarks. And very important, പിന്നെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഇസ് ബേസിസ് ഓഫ് ചാർജ്. നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ടോപ്പിക് ആണ് ബേസിസ് ഓഫ് ചാർജ്. സെക്ഷൻ 4 ആണ് ദി ഡിഫൈനിങ് സെക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓർ ദിസ് സെക്ഷൻ 4 ഓഫ് ദി ടാക്സ് ഇസ് ദി ചാർജിങ് സെക്ഷൻ. ബിക്കോസ് ഈ സെക്ഷനിൽ നിന്നാണ് ഗവൺമെന്റിന് ഇൻകത്തിന് മേൽ ടാക്സ് ലെവി ചെയ്യാനുള്ള പവർ. അതുകൊണ്ടാണ് സെക്ഷൻ 4 ഇസ് നോൺ ആസ് ദ ചാർജിങ് സെക്ഷൻ. ഇങ്ങനെ തന്നെ നിങ്ങളുടെ സിലബസിൽ ടോപ്പിക് ഉണ്ട്, ദാറ്റ് ഇസ് ദ ബേസിസ് ഓഫ് ചാർജ്. So when you are charging or the basis for charging income tax എന്ന് പറയുന്നത്, the following principle should be kept in mind. It is an annual tax. ഇൻകത്തിന് മേൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ആനുവൽ ഒരു ഇയറിലത്തെ ഒരു കംപ്ലീറ്റ് ഇയറിലത്തെ ഉള്ള ഇൻകത്തിനാണ് നമ്മൾ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ എപ്പോഴായിരിക്കും നമ്മൾ അസസ് ചെയ്യുന്നത്? യു വിൽ അസസ് ദി ടാക്സ് ഇൻ ദി അസസ്മെന്റ് ഇയർ ബേസ്ഡ് ഓൺ ദ ഇൻകം ടാക്സ് റേറ്റ്സ് ആപ്ലിക്കബിൾ ഫോർ ദാറ്റ് അസസ്മെന്റ് ഇയർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വി ഹാവ് സെറ്റ് അവർ അസസ്മെന്റ് ഇയർ സ്റ്റാർട്ട്സ് വിത്ത് 1st April 2021 and it ends with 31st March 2022. So in such a case, your previous year will be 1/4/2020 തൊട്ട് 31st March 2021 വരെ ആയിരിക്കും. എന്നുവെച്ചാൽ ഇയർ ആയിട്ട് പറഞ്ഞാൽ 2021, this will be 21-22. In that case, ഇവിടെ പറയുന്നത് whatever income you are earning during this previous year will be assessed in this assessment. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. And the Finance Act will be passed every year in the Parliament, and that Finance Act specifies as the rate of tax. ഓരോ വർഷവും എങ്ങനെയാണ് ടാക്സ് റേറ്റ് എന്നുള്ളത് ഫിനാൻസ് ആക്ടിലായിരിക്കും പറയുക. And the fourth one is tax is being charged on income of every person, and the person is being defined in the section 2 subsection 31. നമ്മൾ കഴിഞ്ഞ ദിവസം who are the persons എന്ന് കണ്ടു. അവരിലാണ് നമ്മൾ അവരുടെ ഇൻകത്തിലാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നത്. ആൻഡ് ഏത് എമൗണ്ടിലാണ് നിങ്ങൾ ടാക്സ് ചാർജ് ചെയ്യുന്നത് is the tax is being charged on the total income of the assessee. നമ്മൾ അസസി ആരാന്ന് കഴിഞ്ഞ ദിവസം കണ്ടു. ആ അസസിയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലായിരിക്കും നിങ്ങൾ ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദി ടോട്ടൽ ഇൻകം ഇസ് ബീൻ കമ്പ്യൂട്ടഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്.
ആക്ടിൽ പറയുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. യു ആർ സപ്പോസ് ടു മേക്ക് ദി കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. Very, very, very important. Wherever you are supposed to make a TDS deduction. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, for the case of lottery and all, there will be a TDS of 30%. എന്ന് വെച്ചാൽ വിന്നിങ്സിന്റെ 30% goes to the ട്രഷറി ഓഫ് ദി ഗവൺമെന്റ് ഡയറക്ട്ലി. അതായത് ആ ഇൻകം അല്ലെങ്കിൽ ആ സോഴ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗെറ്റ്സ് ഡിഡക്റ്റഡ്. അപ്പൊ അങ്ങനത്തെ TDSും കാര്യങ്ങളും എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യേണ്ട, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യേണ്ട സിറ്റുവേഷനിലെല്ലാം യു ആർ സപ്പോസ് ടു ഡു ഇറ്റ്. ഇതൊക്കെയാണ് ചാർജിങ് സെക്ഷൻ ആയ സെക്ഷൻ 4 പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ബേസിസ് ഓഫ് ചാർജ് എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് യു ആർ സപ്പോസ് ടു റൈറ്റ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു, ഇതിനകത്ത് ഇപ്പം ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തതിനകത്തുള്ളതിന്റെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് പ്രീവിയസ് ഇയർ എന്ന് പഠിച്ചു, വാട്ട് ഈസ് അസസ്മെന്റ് ഇയർ വി ഹാവ് ഗോൺ ത്രൂ, ദെൻ ഏതൊക്കെ ആക്ട് ആണ് നമുക്ക് ബാധകമാവുന്ന, ഫിനാൻസ് ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, ദർ ആർ സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടൈം ടു ടൈം പറയുന്ന കോഡ് വേർഡിക്സ്, അതെല്ലാം വേണം. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പേഴ്സൺ ആരാണ് എന്ന് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇൻ ദി ലാസ്റ്റ് സെഷൻ. ആൻഡ് ടുഡേ ഇനി നിങ്ങൾ നമുക്ക് ഐഡിയ കിട്ടേണ്ടത് വാട്ട് ഈസ് ടോട്ടൽ ഇൻകം. ഇനി അതിനെ പറ്റിയാണ് പറയുന്നത്. സോ ബിഫോർ ഗോയിങ് ഓൺ ടു ദി ടോട്ടൽ ഇൻകം, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദി കേസ് ഓഫ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ ഒരു ആസസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ 5 സോഴ്സിൽ നിന്നും ഇൻകം ഏൺ ചെയ്യാം. That is, you might have earned something from your employer, that is income from salary, and you will get a rental income. Rental income on a house until you may receive a rental income that comes under the head income from house property. Profit and gains of business and profession. Business or profession or until you might have earned profit or gain in ancestral property or allangil. Then നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ പേരിലുണ്ടായിരുന്ന പ്രോപ്പർട്ടി, ഇഫ് യു ആർ സെല്ലിംഗ് ഇറ്റ് ടു സം അതർ എൽസ്, then you will receive capital gain. അതായത് ഒരു അസറ്റ് സെല്ല്, ഒരു ക്യാപിറ്റൽ അസറ്റ് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഗെയിൻസിന് യു വിൽ പുട്ട് അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. ആൻഡ് ഫൈനലി ഈ 4 ഹെഡിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഇൻകത്തിനെ യു വിൽ പുട്ട് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് what the amount which you get is called the gross total income. Before that, there are situations where ചില സമയത്ത് ഒരു ഹെഡിൽ തന്നെ പ്രോഫിറ്റും ഉണ്ടാവാം ലോസും ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് സെറ്റിൽ ചെയ്തപ്പോൾ പ്രോഫിറ്റ് കിട്ടി, മറ്റൊരു അസറ്റ് സെറ്റിൽ ചെയ്തപ്പോൾ ലോസ് കിട്ടി. അപ്പം നമുക്ക് വി ആർ സപ്പോസ് ടു ഹാവ് സെറ്റ് ഓഫ് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി, 20,000 വാസ് യുവർ ലോസ്. അപ്പോൾ നമുക്ക് 1 lakh minus 20, what is your actual gain from that head അല്ലെങ്കിൽ ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ് എന്ന് പറയുന്നത് ഈസ് 80,000. ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞതാ. ദർ ആർ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാനാണ്. അതിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. സർട്ടൻ സിറ്റുവേഷൻ നമുക്ക് ലോസ് കൂടുതലും ഇൻകം കുറവായിരിക്കും. അപ്പൊ ഈ വർഷം നമുക്ക് ഇൻകം ഇല്ലെങ്കിൽ യു വിൽ ഓട്ടോമാറ്റിക്കലി ക്യാരി ഫോർവേഡ്, അതിനെ അടുത്ത ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്ന ലോസസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണും. ജസ്റ്റ് ഐ ആം മെൻഷനിങ്, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ 5 ഹെഡ് ആഡപ്പ് ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാനോ നേരത്തെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സഫീഷ്യന്റ് ആയിട്ട് എമൗണ്ട് ഇല്ലാത്തതിനെ നമ്മൾ ഇപ്പോ ഡിഡക്ട് ചെയ്യാനോ നമുക്ക് പറ്റും. അതാണ് ബ്രോഡ് ഫോർവേഡ് ലോസസ്. അത് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. And from this gross total income, the gross total income അതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയാണ്. So you might have 5 ഹെഡ്, അതിന്റെ ഇൻകം ആഡ് ചെയ്തു, നിങ്ങൾക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. So from that gross total income, whatever be the amount, you just deduct, you will make deductions to be made out of gross total income. പറഞ്ഞിരിക്കുന്നത് 80C തൊട്ട് 80U വരെയുള്ള സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. US എന്ന് പറയുന്ന അണ്ടർ സെക്ഷന്റെ ഷോർട്ടാണ്. അത് മൈനസ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ആഫ്റ്റർ ഡിഡക്ടിങ് ദാറ്റ്
വാട്ട് എവർ യു ഗെറ്റ്, ആ ഇൻകത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇൻകം ഓർ ടാക്സബിൾ ഇൻകം. ഈ ടാക്സബിൾ ഇൻകത്തിനാണ് നിങ്ങൾ യു ആർ ലയബിൾ ടു കാൽക്കുലേറ്റ് ടാക്സ് ഓർ യു ആർ ലയബിൾ ടു പേ ടാക്സ്. So that is total income. So GTIയിൽ നിന്നും നമ്മൾ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. And very important, ഈ ഡിഡക്ഷൻസ് should not be greater than the GTI. Then person ആരാണ് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് കണ്ടതാണ്. ബട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Can go through that. Assessee, deemed assessee, assessee in default. Then very important, accelerated assessment. This is the thing that there are situations where assessment is made during the previous year itself. Certain കേസസിൽ ഒരാളുടെ ഇൻകം ആ ഇയർ തന്നെ അല്ലെങ്കിൽ there are situations where income of a person will be assessed during the previous year itself. നമ്മൾ അപ്പോഴേ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകം അസസ് ചെയ്യപ്പെടുന്നത് അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് കോമൺ രീതി. ബട്ട് ഇതിന് ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. That is called accelerated assessment. For example, income of a non-resident from shipping business. Okay, ഒരു നോൺ റെസിഡന്റ് ആയ പേഴ്സൺ, ഈ നോൺ റെസിഡന്റ് ആരാന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. നോൺ റെസിഡന്റ് കോമൺ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിൽ റിസൈഡ് ചെയ്യാത്ത ഒരു വ്യക്തി, അത്ര ഓർത്താൽ മതി. He is carrying out a shipping business and it is taxable. അത് ഇന്ത്യയിൽ അയാൾ ടാക്സ് കൊടുക്കാൻ he is liable. അപ്പോൾ 7.5% ഓഫ് ദ ഫ്രൈറ്റ്, കാരണം ഷിപ്പിംഗ് കമ്പനിയൊക്കെ നടത്തുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് അയാൾക്ക് കിട്ടുന്ന ഫ്രൈറ്റ് ചാർജ് ആണ്. പിന്നെ സം അതർ ചാർജസ് ഹാൻഡിൽ ചെയ്യുന്നു, അതായത് ഷിപ്പിംഗ് കമ്പനിയുടെ വരുമാനം, അതാണ് ഫ്രൈറ്റ്. അത്രയും മനസ്സിലാക്കിയത്. ആ ഫ്രൈറ്റ് അല്ലെങ്കിൽ ആ ഇൻകത്തിലാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നത്, വിച്ച് ഇസ് ആപ്ലിക്കബിൾ ഫോർ ദ ഫോറിൻ കമ്പനി. ബട്ട് സിൻസ് ദാറ്റ് ഷിപ്പിംഗ് ബിസിനസ് ഇസ് എ നോൺ റെസിഡന്റ് വൺ, that person's income will be assessed in that year itself. പ്രീവിയസ് ഇയറിൽ തന്നെ പ്രീവിയസ് ഇയറിൽ ഇൻകത്തിന് നമ്മൾ ടാക്സ് തരും. പിന്നെ അസസിംഗ് ഓഫീസർക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ, അസസിംഗ് ഓഫീസർ ഹാവ് സഫിഷ്യന്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ സഫിഷ്യന്റ് റീസൺസ് ടു ബിലീവ് ദാറ്റ് ഈ അസസി ഇന്ത്യ വിട്ട് പോവുകയാണ്. ഒരു പേഴ്സൺ ഇന്ത്യയിലെ എല്ലാ അയാളുടെ വെൽത്തും കാര്യങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഹീസ് ലിവിങ് ഇന്ത്യ, എല്ലാം സെറ്റിൽ ചെയ്തു, മീൻസ് എല്ലാം സെല്ല് ചെയ്ത് വാട്ട് എവർ അസറ്റ്സ് ഹി ഓർ ഷീ ഹാഡ് എല്ലാം സെറ്റിൽ ചെയ്ത് മീൻസ് സെല്ല് ചെയ്ത് ദാറ്റ് പേഴ്സൺ ഇസ് ലിവിങ് ഇന്ത്യ, ഇത് ഇന്ത്യയിലോട്ട് തിരികെ വരാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ. അപ്പം അസസിംഗ് ഓഫീസർ ഹാസ് സഫിഷ്യന്റ് ഗ്രൗണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ കുറച്ച് കാര്യമുണ്ട് എങ്കിൽ ആ പേഴ്സൺ ഇനി തിരികെ ഇന്ത്യയിൽ വരാൻ പോകുന്നില്ല എങ്കിൽ then we will tax that person's income, പിന്നീട് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിറ്റുവേഷനിലൊക്കെ ടാക്സ് വിൽ ബി കളക്ടഡ് ഇൻ ദാറ്റ് സെയിം ഇയർ ഇറ്റ്സെൽഫ്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിച്ച് ഇസ് ബീൻ റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ഡ്യൂറിംഗ് യുവർ നെറ്റ് എക്സാമിനേഷൻ. നെറ്റ് എക്സാമിനേഷൻ എപ്പോഴും ഇങ്ങനത്തെ തിയോറിറ്റിക്കൽ പാർട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പ്രാക്ടിക്കൽ ആണിത്, തിയോറിറ്റിക്കൽ ആണ് നമുക്ക് പാടെ തള്ളിക്കളയാൻ പറ്റത്തില്ല.
അപ്പോൾ നമ്മളോട് ചോദിക്കണം, നിങ്ങളിപ്പോൾ യു ആർ സപ്പോസ് ടു ട്രാൻസാക്ട് ദ ടാക്സ് എലമെന്റ്, ടാക്സ് അറിഞ്ഞിടാത്ത ഒരാൾക്ക് ടാക്സ് പഠിപ്പിക്കുകയാണെങ്കിൽ അയാൾ തിരിച്ച് ചോദിക്കും, നിങ്ങൾ പറഞ്ഞു പ്രീവിയസ് ഇയറിലുള്ള ഇൻകത്തിന് അസസ്മെന്റ് ഇയറിൽ കൊടുക്കുന്നു, എന്തെങ്കിലും ഇതല്ലാതെ തിരികെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടോ, ഓർ വെദർ ദർ ഇസ് എനി സിറ്റുവേഷൻ ദാറ്റ് അസസ്മെന്റ് ഇസ് മെയ്ഡ് ഇൻ ദാറ്റ് ഇയർ ഇറ്റ്സെൽഫ്. അതാണ് ഇപ്പോൾ പറയുന്നത്. ആൻഡ് ദ തേർഡ് സിറ്റുവേഷൻ നമ്മൾ അപ്പോഴേ കണ്ട AOP, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. അവരുടെയൊക്കെ മോസ്റ്റ് കേസസ് ഇറ്റ് വിൽ ബി അസസ്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഇഫ് ദേ ആർ നോട്ട് കണ്ടിന്യൂയിങ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. അതായത് ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ അവർ അടച്ചുപൂട്ടുകയാണ്, വൈൻഡിങ് അപ്പ്, ദേ ആർ വൈൻഡിങ് അപ്പ്. സോ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ദേ വിൽ ബി അസസ്ഡ് ഇൻ ദ സെയിം ഇയർ. ഫോർത്ത് സിറ്റുവേഷൻ ഇസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ഇസ് ബീൻ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ അസസിങ് ഓഫീസർ ബിലീവ് ദാറ്റ് ഒരു അസസി വേറൊരു ആൾക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ അസസിങ് ഓഫീസർക്ക് സഫീഷ്യന്റ് ആയ റീസൺ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ബിലീഫ് വന്നു കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു അസറ്റിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ വി ക്യാൻ മേക്ക് ദ അസസ്മെന്റ് ഇൻ ദാറ്റ് ഇയർ ഇറ്റ്സെൽഫ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ചാർജ് ടാക്സ് ഓൺ ദ ഇൻകം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇറ്റ്സെൽഫ്. Then these are the 5 situations where the tax will be or that person will be assessed during the same year. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ദി ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് സ്ലാബ് സിസ്റ്റത്തിലാണ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് 2,50,000 നില്ലാണ്. ഇത് വാട്ട് എവർ ഐ ആം സ്പീക്കിംഗ് ഇസ് ഓൺ ദ ബേസ്ഡ് ഓഫ് ദ റേറ്റ് ഓഫ് ടാക്സ് പ്രിവെയിലിംഗ് ഇൻ ദി ലാസ്റ്റ് ഇയറിലെ മെറ്റീരിയൽ വെച്ച് ഞാൻ പറയുന്നത്. ഐ വിൽ അപ്ഡേറ്റ് ദ സെയിം. അപ്പോൾ ഇങ്ങനെ പല സ്ലാബിലായിട്ട് 5%, 20%, 30% ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരാളുടെ ഇൻകത്തിന്റെ ടാക്സ് ആസ് യു സീ ഇൻ ദിസ് പേജിൽ കാണുന്ന പോലെ ഇറ്റ് ഇസ് 1,72,500 എന്ന് മനസ്സിലായി. ആൻഡ് ഹൗ ടു കമ്പ്യൂട്ട് ദ ആവറേജ് റേറ്റ് എന്നുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദിസ് അസസി 5% ടാക്സ് കൊടുക്കുന്നുണ്ട്, 20% കൊടുക്കുന്നുണ്ട്, 30% കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും റേറ്റ് അയാളുടെ ഇൻകത്തിൽ ആപ്ലിക്കബിൾ ആവുകയാണ്. അയാളുടെ ടോട്ടൽ ഇൻകത്തിൽ, അയാളുടെ ടോട്ടൽ ഇൻകം 12 ലക്ഷം. ആ 12 ലക്ഷത്തിന് സ്പ്ലിറ്റ് ചെയ്ത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തേക്കുക. ഇതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. ബട്ട് ആവറേജ് റേറ്റ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിന് കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി പറയാം. അപ്പം വെൻ വി കമ്പ്യൂട്ടഡ് അയാളുടെ ടാക്സ് എന്ന് പറയുന്നത് 1,72,500 ആയി. So this 1,72,500 divided by his total income, that is 12 lakh into 100 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓൺ ആൻ ആവറേജ് അയാൾ എത്ര പെർസെൻറ്റേജ് ടാക്സ് കൊടുത്തിട്ടുണ്ട്. 14% ടാക്സ് പേ ചെയ്യും. നമ്മൾ നോർമൽ ഇൻഡിവിജ്വൽ നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽസിന്റെ കേസിലൊന്നും നമ്മൾ ഈ ആവറേജ് കണ്ടുപിടിക്കില്ല. ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഇൻ ദി അസസ്മെന്റ് ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ഇവരുടെ അസസ്മെന്റിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ദെൻ മാക്സിമം മാർജിനൽ റേറ്റ്, ഹയസ്റ്റ് സ്ലാബ് റേറ്റ്. ഓരോ പ്രാവശ്യവും ഓരോ വർഷവും ഫിനാൻസ് ആക്ടിൽ വരുന്ന ഹയസ്റ്റ് റേറ്റ് തന്നെയാണ് MMR, ദാറ്റ് ഇസ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്. അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ഇയറിൽ ഇത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് അത് ഇൻഡിവിജ്വലിനും കമ്പനീസിനും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ബേസിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: മാക്സിമം റേറ്റ് 30% പ്ലസ് എത്രയാണോ സർചാർജ് അത്, ഹയർ എഡ്യൂക്കേഷൻ സെസ് എത്രയാണോ അത്, ഇത്രയും ആഡ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലിന്റെ കേസിൽ, ഫേമിന്റെ കേസിൽ, ഫേം ആൻഡ് ഡൊമസ്റ്റിക് കമ്പനീസിൽ, പിന്നെ ഫോറിൻ കമ്പനീസിന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അതായത് ഒന്നുകൂടെ പറയാം, മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ട സ്ലാബ് റേറ്റുകളിലെ ഹയസ്റ്റ് റേറ്റ് എത്രയാണോ ആ റേറ്റിന്റെ കൂടെ വി വിൽ ആഡ് സർചാർജ്
plus higher education cess. അപ്പോൾ കിട്ടുന്ന ആ പെർസെൻറ്റേജ് ആണ് we can say that maximum marginal rate of tax. This will have a difference among individual വ്യത്യാസമായിരിക്കും, ഫേമിനും ഡൊമസ്റ്റിക് കമ്പനിക്കും വ്യത്യാസമായിരിക്കും, foreign companies it will be different. So this is the way in which maximum marginal rate is computed. So കുറച്ച് പോർഷനെ ഞാൻ ഇന്ന് എടുത്തുള്ളൂ. We will continue with the remaining topic in the next class. If you have any doubts, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ you can ask me.